രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ദിനത്തിൽ കൂടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് മടുത്തു, ജനം ഇത് തിരിച്ചറിയും, ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണ് എന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു കോൺഫിഡൻസിൽ കോൺഗ്രസ് പറയുന്ന ഒരു സമയം കൂടിയാണ്. ഇതിനേക്കാൾ കോൺഫിഡൻസ് 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് ഉണ്ടായിരുന്നു. അവർ സീറ്റൊക്കെ കണക്കൂട്ടി വെച്ചു. 100 സീറ്റ്, മന്ത്രിസ്ഥാനങ്ങൾ അവർ വീതിച്ചിരുന്നു. മുഖ്യമന്ത്രിയാകുന്ന ആൾ ഏത് വസ്ത്രമിടണമെന്ന് പോലും തീരുമാനിച്ചിരുന്നു. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഇന്ന് കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ്? അടിസ്ഥാന മേഖലയിലേക്കുള്ള ഒരു വളർച്ച എന്താണ്? കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ പ്രതികൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിട്ട് പോലും ലോകത്തിന് മാതൃകയാകുന്ന രീതിയിലല്ലേ കേരളം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന ബലഹീനതകളെയൊക്കെ നമ്മൾ പിന്നോട്ട് തള്ളിക്കൊണ്ടല്ലേ നമ്മൾ പല പദ്ധതികളും നടപ്പിലാക്കിയത്. അസാധ്യമാണെന്ന് കരുതുന്ന പലതും നമ്മൾ നേടിയില്ലേ. അപ്പോൾ ആ ഗവൺമെൻറ്റിന് എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാക്കില്ലേ, തിരിച്ചറിയില്ലേ. കോൺഗ്രസ്സിൽ ഇപ്പോൾ എത്ര പേരാണ് ഉള്ളത്? കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. ഇപ്പോൾ എൻ്റെ പല സ്നേഹിതരും കോൺഗ്രസ്സിലുള്ളവരെന്താ പറയുക, അതായത് 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. 5 അല്ല, യഥാർത്ഥത്തിൽ 6 ഉണ്ട്. ഇപ്പം കോൺഗ്രസ്സുകാർ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണെന്നാണ് നമ്മുടെ സ്നേഹിതൻ മുരളീധരൻ പറഞ്ഞത്. പോട്ടെ, 6 മുഖ്യമന്ത്രിമാർ അവിടെ ഓൾറെഡി ഉണ്ട് കോൺഗ്രസ്സിൽ. പക്ഷേ വേറൊരു മുഖ്യമന്ത്രിയും കൂടെ പുറത്ത് നിൽപ്പുണ്ട്. ആരാന്നറിയുക? കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ലീഗിൻ്റെ നേതാവ്, ലീഗിൻ്റെ പ്രസിഡന്റ് സാദിഖ് അലി പറഞ്ഞു മുഖ്യമന്ത്രിയാകാൻ സർവ്വയോഗ്യനാണ് കുഞ്ഞാപ്പാന്ന് പറഞ്ഞിട്ടില്ലേ? കുഞ്ഞാപ്പയ്ക്ക് നല്ല മോഹമൊക്കെ ഉണ്ട്. അപ്പം 5+1, 5 അല്ല 6+1, 7 പേരുണ്ട്. ഇനി PCC അധ്യക്ഷൻ നമ്മുടെ സുധാകരനെ മാറ്റി. ഞാനിവിടെ എന്നോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോഴും ഓപ്പറേഷൻ സുധാകർ നടത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഓപ്പറേഷൻ സുധാകർ. ഈ രാജ്യം ഈ പറഞ്ഞ ഇൻഡോ പാക് സംഘർഷത്തെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സുധാകരനെ വലിച്ച് ചവിട്ടി പുറത്താക്കി. അദ്ദേഹം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ ഗഡുക്കളായിട്ട് പുള്ളി പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗഡുക്കളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം നമുക്കറിയില്ലേ. ഇപ്പോൾ ശശി തരൂർ അദ്ദേഹത്തിന് അവിടെ കാലുറപ്പിക്കാൻ ഇവർ സമ്മതിക്കുന്നുണ്ടോ? കാലുറപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടോ? ഇപ്പം ശശി തരൂരിനെതിരെ എന്തെല്ലാം പ്രസ്താവനകൾ നടത്തുന്നത് ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ. അതായത് ശശി തരൂരും ചിദംബരവും ജയറാം രമേശും പ്രവർത്തക സമിതി അംഗങ്ങളാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും സമ്മന്നിതമായിട്ടുള്ള പദവി അലങ്കരിക്കുന്നവരാണ് ഈ 3 പേരും. ഞാനീ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാനത് പിൻവലിക്കാം. നിങ്ങൾ ജയറാം രമേശിൻ്റെ എക്സ് അക്കൗണ്ട് പരിശോധിക്കുക. ആ എക്സ് അക്കൗണ്ടിൽ ശശി തരൂരിനെതിരെ നടത്തിയ വളരെ മോശപ്പെട്ട പരാമർശങ്ങൾ ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞ, ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഉദിത് രാജ് പറഞ്ഞത് ജയറാം രമേശ് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിദംബരത്തിനെതിരെ നടത്തിയിട്ടുള്ള വളരെ മോശപ്പെട്ട പരാമർശങ്ങൾ ജയറാം രമേശ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഒരേ സമിതിയിലെ 3 അംഗങ്ങളാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഈ അവസ്ഥ ജനങ്ങൾ തിരിച്ചറിയില്ലേ? ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, ഈ രൂപത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്ന മാമാങ്കം എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു വകുപ്പ് ജനങ്ങൾക്കില്ലേ? പഴയ പോലെയാണോ? ഇന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയില്ലേ അവർ? ഓരോ നിമിഷം ഇതാ ഈ ഉപകരണത്തിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോലെ ചില ആൾക്കാരെ കബളിപ്പിച്ചിട്ട് വേണമെങ്കിൽ അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ സ്പഷ്ടമായിട്ട് കേരള രാഷ്ട്രീയം നോക്കിക്കാണുന്ന ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും.